നല്ല വെയിലുള്ള ഒരു പ്രഭാതത്തിൽ റിങ്കു എന്ന സന്തോഷവാനായ ഒരു മുയൽ പൂന്തോട്ടത്തിലൂടെ ചാടി നടക്കുകയായിരുന്നു. അവനു മൃദുവായ വെളുത്ത രോമങ്ങളും ഓരോ ശബ്ദത്തിനുമനുസരിച്ച് ചെറുതായി അനങ്ങുന്ന നീണ്ട ചെവികളുമുണ്ടായിരുന്നു. അവൻ കുറച്ച് ക്യാരറ്റ് തിന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇലയിലൂടെ പതുക്കെ ഇരഞ്ഞു നീങ്ങുന്ന ഒരു ചെറിയ ശലഭപ്പുഴുവിനെ കണ്ടു. ഹാ, നീ എന്തൊരു വേഗതയില്ലാത്തവനാണ്, റിങ്കു ചിരിച്ചുകൊണ്ടു പറഞ്ഞു. ഇങ്ങനെ പോയാൽ നീ ഒരിക്കലും അധികം ദൂരെയൊന്നും എത്തില്ല. കോക്കോ എന്നു പേരുള്ള ആ ചെറിയ പച്ച ശലഭപ്പുഴു മുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. അതൊന്നും സാരമില്ല റിങ്കു, ഞാൻ സാവധാനത്തിലായിരിക്കാം നീങ്ങുന്നത്, പക്ഷേ എനിക്ക് എന്റേതായൊരു വഴിയുണ്ട്. റിങ്കു ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് കുറ്റിച്ചെടികൾക്കും പൂക്കൾക്കും മുകളിലൂടെ ചാടി അതിവേഗം ഓടിമറഞ്ഞു. എല്ലാ ദിവസവും കോക്കോ പതുക്കെ മരങ്ങളിൽ കയറുന്നതും ഇലകൾ തിന്നുന്നതും അല്ലെങ്കിൽ ശാന്തമായി വിശ്രമിക്കുന്നതും അവൻ കാണുമായിരുന്നു. ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ റിങ്കു പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന വിചിത്രമായെന്തോ ഒന്ന് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ തവിടു നിറത്തിലുള്ള കൂട്. അത് കോക്കോ ആയിരിക്കുമോ? അവൻ അത്ഭുതപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ കൂട് ചെറുതായി ഒന്ന് ഇളകിയും പിന്നെ അത് പൊട്ടിപ്പിളരുകയും ചെയ്തു. പുറത്തു വന്നത് തിളങ്ങുന്ന നീല ചിറകുകളുള്ള അതിമനോഹരിയായ ഒരു പൂമ്പാറ്റയായിരുന്നു. അത് കോക്കോ ആയിരുന്നു. ഹായ് എന്നവൻ അത്ഭുതത്തോടെ പറഞ്ഞു. നീ ഒരുപാട് മാറിയിരിക്കുന്നു, നിനക്കിപ്പോൾ പറക്കാൻ കഴിയും. കോക്കോ സന്തോഷത്തോടെ വായുവിൽ ചിറകടിച്ചു പറന്നു, എന്നിട്ട് പുഞ്ചിരിച്ചു. അതെ റിങ്കു, ഓരോരുത്തർക്കും വളരാനും തിളങ്ങാനും അവരവരുടേതായ സമയമുണ്ട്. പതുക്കെയുള്ള ചുവടുകൾ പോലും വലിയ മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം.